ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് സോഷ്യോളജി ചാപ്റ്റർ 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ജാതി സമ്പ്രദായം. അപ്പം നമ്മുടെ രാജ്യത്ത്, ലോകത്ത് നമ്മുടെ രാജ്യത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ് ജാതി എന്നറിയപ്പെട്ടത്. അപ്പോൾ ഈ ജാതിയുടെ ആവിർഭാവം എന്നാണെന്നോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാലമോ ഇതിനെക്കുറിച്ചിട്ട് നിർവചിക്കാൻ പറ്റില്ല. എങ്കിലും പിൽക്കാല വേദ കാലഘട്ടത്തിലായിരുന്നു ജാതിയുടെ ആരംഭം എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജാതി അല്ലെങ്കിൽ ജാതിയുടെ നിർവചനം. അപ്പോൾ ഡിഫൈൻ കാസ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിഫൈൻ കാസ്റ്റ്. ജാതിയെ നിർവചിക്കാനാണ് പറയുന്നത്. ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവുമില്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ വർഗസ്ഥിതിയാണ് ജാതി. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ജാതിയിൽ ജനിക്കുക, ഒരു വർഗത്തിൽ ജനിക്കുക. ആ വർഗം മീൻസ് ഒരു മതത്തിൽ ജനിക്കുക, ആ മതത്തിൽ നിന്നും മാറാൻ യാതൊരു വിധത്തിലുള്ള മാർഗവുമില്ലാത്ത വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ജാതി എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ജാതി നമുക്ക് ഇനിയും ജാതിയെ കുറിച്ചിട്ട് പറയാനും എടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യന് കിടക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഏറ്റവും വേണ്ട ക്വസ്റ്റ്യന് 3 എണ്ണമാണ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് 3 എണ്ണമാണ്. അപ്പോൾ 1 സംസ്കൃതവൽക്കരണം, 2 പാശ്ചാത്യവൽക്കരണം, 3 ആധുനികവൽക്കരണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ഈസ് എ സാൻസ്ക്രിറ്റലൈസേഷൻ? എന്താണ് സംസ്കൃതവൽക്കരണം? അപ്പം മക്കളെ ആ 3 ക്വസ്റ്റ്യന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സംസ്കൃതവൽക്കരണം എന്നാൽ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ ഹിന്ദു മതത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ലിപിയായിരുന്നു സംസ്കൃതം അല്ലേ. അപ്പോൾ ആ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു മതത്തിൽ നിലനിന്ന ചില മാറ്റങ്ങളെയാണ് എന്തു പറയുന്നത്? ചുരുക്കത്തിൽ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം എന്നാൽ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കുന്ന രീതിയെയും എന്തു പറയുന്നു? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ടീച്ചർ പറയാം. ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി വിഭാഗക്കാർ അവരുടേതിനേക്കാൾ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയോ സംസ്കാരമോ സ്വഭാവ വിശേഷങ്ങളോ സ്വീകരിക്കുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസറും എഴുതി വെക്കാം, എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് ചോദിച്ചാൽ. അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ അവരുടെ താഴ്ന്ന ജോലികൾ ഉപേക്ഷിച്ച് ഉയർന്ന ജാതിക്കാരുടെ ജോലികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്കൃതവൽക്കരണത്തിൻ്റെ ഫലമായി ഉയർന്ന ജാതിക്കാർ അവരുടെ പദവിയെ സംസ്കൃതവൽക്കരിക്കാൻ ഇഷ്ടപ്പെടാറില്ല. സംസ്കൃതവൽക്കരണത്തിലൂടെ ഒരു ജാതി വിഭാഗത്തിന് 3 തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവർക്ക് ശുദ്ധം ലഭിക്കുന്നു, അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുന്നു, ഉയർന്ന ജാതിയിലെ അംഗമാകുന്നത് വഴി അവർക്ക് മതപരമായ കർമ്മങ്ങൾക്കുള്ള സ്ഥാനം ലഭിക്കുന്നു. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങളിത് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ 1 മാർക്കിനാണെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഒരു താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോ അതുപോലെ തന്നെ സ്വഭാവവിശേഷണങ്ങളോ സ്വീകരിക്കുന്ന രീതിയെയാണ് എന്തു പറയുന്നത്? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ വെസ്റ്റേണൈസേഷൻ? ഇത് നമുക്ക് പൊളിറ്റിക്സിലും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വെസ്റ്റേണൈസേഷൻ എന്താ നോക്കാം. എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെസ്റ്റേണൈസേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് പാശ്ചാത്യവൽക്കരണം? അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പോൾ പാശ്ചാത്യവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് വിദേശ വസ്ത്രധാരണ രീതിയും ജീവിത രീതികളും ഭാഷയെ സ്വീകരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് നടപ്പാക്കപ്പെട്ടത്? പാശ്ചാത്യവൽക്കരണം നടപ്പാക്കപ്പെട്ടത്. അഥവാ പാശ്ചാത്യരുടെ ആരുടെ പടിഞ്ഞാറ് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വസ്ത്രരീതികളോ അവരുടെ ജീവിത ഭാഷയും സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത്? പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. 1 സാംസ്കാരിക അനുകരണം എന്ന താരതമ്യേന ലളിതമായൊരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. 2 പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ കൃത്യമായി ഊഹിക്കാനോ പ്രവചിക്കാനോ കഴിയില്ല. 3 മാനവികത, സമത്വം, മതേതരത്വം
കാലഘട്ടം എന്നീ 3 പ്രധാന മുഖ്യങ്ങളെ അടിസ്ഥാനമാക്കി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. 4 പറയുന്നത് പാശ്ചാത്യവൽക്കരണം സ്വീകരിക്കുക വഴി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. 5 പറയുന്നത് സാംസ്കാരിക ബഹുത്വം എന്ന സവിശേഷ അന്തരീക്ഷത്തിൻ്റെ ഉദയത്തിന് പാശ്ചാത്യവൽക്കരണം കാരണമായി. ഇത്രയാണ് പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ഇതിലുള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ മോഡേണൈസേഷൻ, എക്സ്പ്ലെയിൻ, എന്താണ് ആധുനികവൽക്കരണം. ഇതും നമുക്ക് പൊളിറ്റിക്സിൽ പഠിക്കാനുണ്ട്. ആധുനികവൽക്കരണം അത് നിങ്ങൾക്ക് സോഷ്യോളജി പഠിച്ച ആധുനികവൽക്കരണം ആണെങ്കിലും പാശ്ചാത്യവൽക്കരണം നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ എഴുതാം കേട്ടോ. രണ്ടും നമുക്ക് എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആധുനികവൽക്കരണം അടിസ്ഥാനമായി ആക്കിയ ഒരു പ്രക്രിയയാണ് ആധുനികവൽക്കരണം കേട്ടോ. പാരമ്പര്യ അധിഷ്ഠിതമോ പാരമ്പര്യ അധിഷ്ഠിതമോ ആയ ക്രമങ്ങളിൽ നിന്ന് അഭിലഷണീയമായ ചില സാങ്കേതിക വിദ്യകളിലേക്കോ അതുമായി ബന്ധപ്പെട്ട സാമൂഹിക ഘടനയിലേക്കും മൂല്യങ്ങളിലേക്കും പ്രചോദനങ്ങളിലേക്കും ധാരണയിലേക്കുമുള്ള ഒരു പരിവർത്തനമാണ് ആധുനികവൽക്കരണമെന്ന് എസ്. ഇ. ദുബൈ അഥവാ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനായ എസ്. ഇ. ദുബൈ അഭിപ്രായപ്പെട്ടു കേട്ടോ. അത്ര വലിയൊരു ആൻസർ നിങ്ങൾ എഴുതണ്ട. ആധുനികവൽക്കരണത്തിൻ്റെ ഗുണമേന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായത്തിന് 1960 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രാധാന്യം വർദ്ധിച്ചു. ആധുനികവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളായ സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യക്ഷമത, തീരുമാനങ്ങളിൽ ജനപങ്കാളിത്ത, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വൻതോതിലുള്ള കടന്നുവരവ്, സമത്വം, തുല്യനീതി തുടങ്ങിയവ ഇന്ത്യയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ മക്കളെ ഇത്രയും എഴുതുന്ന നിങ്ങളൊരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആധുനികവൽക്കരണം എന്നാൽ എന്താണെന്നറിയോ? ലോകത്ത് ആകമാനം കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകം തന്നെ എന്തായിട്ട് മാറി? ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ലോകത്താകമാനം സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതിയാണ് എന്ത് പറയുന്നത്? ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് ഈ 4 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സംസ്കൃതവൽക്കരണം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റലൈസേഷൻ. ഈ സംസ്കൃതവൽക്കരണം എന്ന പദം നമ്മുടെ രാജ്യത്ത് ടീച്ചർ പറയാൻ വിട്ടതാണ്, മക്കളൊന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഈ സംസ്കൃതവൽക്കരണം എന്ന പദം നമ്മുടെ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവന്നത് പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞനായിരുന്ന എം.എൻ. ശ്രീനിവാസ് ആയിരുന്നു. അപ്പോൾ 1 സംസ്കൃതവൽക്കരണം, 2 പാശ്ചാത്യവൽക്കരണം, 3 ആധുനികവൽക്കരണം. അപ്പോൾ ഇത് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.